ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും റോമിലെ തെരുവിലൂടെ ഒരു യാത്ര പോയാലോ? കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കുറച്ച് കാഴ്ചകൾ കാണാം. വിശേഷങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലേക്ക് വരാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ചെറിയൊരു സഹായമാവും. കാരണം ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യും. നിങ്ങളിലുള്ള ഭയമെല്ലാം നിങ്ങൾക്ക് കുറച്ച് പോവും. ഇവിടെ വരാനായിട്ടാണ് ഒരു പരീക്ഷണം. അതൊരു വലിയ പരീക്ഷണമാണ്. എന്നുവെച്ചാൽ നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും വന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ജോലി കിട്ടും, അത്യാവശ്യം നല്ല സാലറി തന്നെയുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് എല്ലാ ഫ്രീഡം, എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി ഇതേ ഒരു പള്ളിയാണ്. ഈ പള്ളി കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടുത്തെ പള്ളികളൊക്കെ. പക്ഷേ പഴയ പള്ളികളാണ് കേട്ടോ. പുരാതനമായ പള്ളികളാണ്. എന്താ പറയുക, ഇത് വർഷങ്ങളും അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ളത്. എന്താണെന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ നല്ല പള്ളികളാണ്. കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഉള്ളും എല്ലാം കാണാൻ ഭംഗിയാണ്. പഴമയും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്ക് പോകാറ്. ഇവിടെ മാതാവിൻ്റെ ഫോട്ടോ സൂം ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഫോണിന് ഇത്രയും ക്ലാരിറ്റി ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ഫീലാണ് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് പോകുമ്പോൾ. അപ്പോൾ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നതിലൂടെ കുറച്ച് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഒരുപാട് ടെൻഷനായിരിക്കുള്ളൂ. എങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവുമോ ഞങ്ങൾക്ക്? അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. നമ്മുടെ നാട്ടിലുള്ള പോലെ സ്ത്രീകൾക്ക് നേരിടുന്ന ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല നിലവിൽ. പിന്നെ നമ്മൾ വരുത്തി കൂട്ടുന്ന പ്രശ്നങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. പിന്നെ ജോലി സാധ്യത, പൈസ, അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ബെറ്ററാണ്. പിന്നെ നമ്മുടെ നാട് തന്നെയാണ്. അതൊന്നൊന്നര ഫീലിംഗ് ആണ്. ഒരു ഫ്രൂത്തക്കാരി ചേച്ചി ഫ്രൂത്ത ഫ്രൂത്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഫ്രൂട്ട്സിനെ പറയണതാണ് ഫ്രൂത്താന്നാണ് പറയണത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഷെയർ. പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനതൊക്കെ പറഞ്ഞു തരാം. എന്നെക്കൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഞാൻ വലിയ കോട്ടൊരു ഇതൊന്നും അല്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനറിയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഇത് ഇവിടെ ഇതൊരു പിസേരിയാണ്, ബാറെന്ന് പറയും.